സ്മോൾ ടോക്ക് അത് ശരിക്കും ഓക്വേർഡ്നെസ്സിന്റെ ഒരു ഒളിമ്പിക്സ് ആണോ? ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഹായ് ഹലോ വെൽക്കം ടു കാർത്തിക്കലി കറക്റ്റ്. ഞാൻ കാർത്തിക്. ആൻഡ് ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് തന്നെ സ്മോൾ ടോക്കാണ്. എനിക്കത് തീരെ ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ സ്മോൾ ടോക്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്പെഷ്യലി ഈ ഷോർട്ട് കണ്ടൻറ്റ് എറയിൽ. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെറിയ കണ്ടൻറ്റ് മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അത്ര പേഷ്യൻസേ നമുക്കുള്ളൂ. നമ്മൾ ഒരു 1 മിനിറ്റ് റീൽ കാണുന്നതിൻ്റെ ഒരു 30 സെക്കൻഡ്സ് കാണുമ്പോഴത്തേന് സ്വൈപ്പ് 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 30 സെക്കൻഡ്സിന് ഭയങ്കര കൂടുതലാണ്. 5 സെക്കൻഡൊക്കെ കണ്ടാൽ ഭാഗ്യം. അങ്ങനത്തെ ഒരു എറയിലൂടെ പോകുമ്പോൾ ഈ സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊരു ക്ലൈമറ്റ് അല്ലേ, ക്ലൈമറ്റൊക്കെ മാറി ഭയങ്കര ചൂടാണ്. എടാ ഷർട്ട് കൊള്ളാമല്ലോ, ഈ ഷർട്ട് എവിടുന്നാ? ഇതൊക്കെ ശരിക്കും ഈ സ്മോൾ ടോക്കിൻ്റെ സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ എന്നല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം സ്റ്റാർട്ടറും മെയിൻ കോഴ്സും ഡെസേർട്ടും എല്ലാം സ്മോൾ ടോക്കിൻ്റെ ആക്ച്വൽ ഒരു ഒരു മെയിൻ ലൈനേഴ്സ് എന്ന് പറയുന്നത് തന്നെ ക്ലൈമറ്റാണ്. ക്ലൈമറ്റിലാണ് നമുക്ക് എപ്പോഴും ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ പറ്റുക. പക്ഷെ എന്ത് നല്ല ക്ലൈമറ്റാ അല്ലേ, നല്ല ചൂട്. ഇത് പറഞ്ഞ് 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 നമ്മളൊരു വഴിയാവും. പക്ഷെ സ്റ്റിൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു സെൻറ്റൻസ് ഇതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ കുറേ സ്മോൾ ടോക്സ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ്റെ വാസ്ലിൻ പോലെയാണ്. അതായത് ഒരു ലോങ് കോൺവെർസേഷന് വളരെ സ്മൂത്തായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്മോൾ ടോക്ക് കൊണ്ട് നമുക്ക് പറ്റും. ഒരു കോൺവെർസേഷണൽ ഹാൻഡ് ഷേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഒരു വൺ ലൈൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വൺ ലൈൻ നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിൽ പിന്നെ ആ കോൺവെർസേഷൻ ഉണ്ടാവും, റിലേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് പലപ്പോഴും പല ആൾക്കാർക്കും വലിയ പ്രശ്നമാണ്. ഈ സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പ് സ്മോൾ ടോക്കിൻ്റെ ഒരു എറയായിരുന്നു. ആ സമയത്ത് നമ്മൾ കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ സ്മാർട്ട് ഫോൺ വന്നേ പിന്നെ ഉണ്ടല്ലോ, നമ്മൾ കോൺവെർസേഷനിൽ സ്മാർട്ടാണോ എന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥയായി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടോക്കേ ഇല്ലല്ലോ. സ്മോൾ ടോക്കൊക്കെ പോട്ടെ, നമ്മൾ എക്നോളജിങ് പോലും ഇല്ല. നമുക്ക് മെസ്സേജ് അയക്കാൻ നമുക്കറിയാം. നമ്മൾ വേണമെങ്കിൽ ഒരാൾ നമ്പർ വാങ്ങിയിട്ട് ഓപ്പോസിറ്റ് നിർത്തിയിട്ട് ഹായ് ഹലോ ഡൂഡ് ക്ലൈമറ്റൊക്കെ അടിപൊളിയാണല്ലേ, ഷർട്ട് എവിടുന്ന് എടുത്ത് എന്നുള്ള സ്മോൾ ടോക്ക് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒരാളെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, അത് വല്ലാതെ ഉണ്ട്. പല ആൾക്കാർക്കും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഗ്യാപ്പ് വീഴുന്നത് തന്നെ സ്മോൾ ടോക്കിൻ്റെ ആ ഒരു സ്മാർട്ട്നെസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സ്മാർട്ട്നെസ് ഉണ്ടെങ്കിൽ യു ആർ ക്രാക്കിംഗ് ദ കൺവെർസേഷൻ ഗെയിം റിയലി. ഈ സ്മോൾ ടോക്ക് അത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഈ പാർട്ടീസിനൊക്കെ പോകുമ്പോഴാണ്. നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ പാർട്ടീസിന് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിൻ്റെ പാർട്ടിക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുമ്പോഴാണ് സ്മോൾ ടോക്കിൻ്റെ ഒരു ബഹളമായിരിക്കും. കാരണം ആർക്കും ആരെയും പരിചയമില്ല. എന്നാൽ പിന്നെ എല്ലാവരെയും പരിചയപ്പെടണം. അങ്ങനെ പരിചയപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരാളെ പരിചയപ്പെടുന്നു, അയാൾ വന്നു നമ്മളുടെ അടുത്ത് കോൺവെർസേഷൻ നൈസ് ഡ്രിങ്ക് വിച്ച് ഡ്രിങ്ക് ഇസ് ദാറ്റ്? അപ്പോൾ നമ്മൾ പറയുന്നത് വിസ്കി 2 ഗ്ലാസ് ഐസ് വാട്ട് എവർ, നമ്മൾ എന്താണ് കയ്യിലുള്ളത് അതിനെക്കുറിച്ച് പറയും. ചിലപ്പോൾ ആ കോൺവെർസേഷൻ അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ വട്ടക്കറങ്ങി വന്നിട്ട് ഒരു രോമാഞ്ചത്തിൽ അർജുന അശോകനോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങി ഡൂഡ് ദ ക്ലൈമറ്റ്. അയ്യോ. പിന്നെ പാർട്ടീസിന് പോയി കഴിഞ്ഞാൽ സ്മോൾ ടോക്കിൻ്റെ ഒരു സ്റ്റാർട്ടർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ DJ is playing nice music. DJ is really good music, very good ഡാൻസ്. ഓ മാൻ, ആ ടൈമിൽ ഞാൻ ഒരു ആംബിവേർട്ടാണ്. ഞാനിപ്പോൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നില്ലേ, ഇതിന് പകരം എൻ്റെ അപ്പുറത്തേക്ക് ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എൻ്റെ സംസാരം 50% ചിലപ്പോൾ കട്ടായി പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ചില സമയങ്ങളിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ചില സമയത്ത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരിക. അതായത് ഞാൻ എൻ്റെ ഇൻട്രോവേർട്ട് മൂഡിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ സ്മോൾ ടോക്ക് എനിക്ക് ഇത്രയും ഓക്വേർഡ് ആവുന്ന ഒരു സംഭവം പറ്റില്ല. പക്ഷേ എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ ഞാൻ സ്മോൾ ടോക്കിൽ നിന്ന് കോൺവെർസേഷൻ ഉണ്ടാക്കുന്നത് അറിയപോലുമില്ല. ഞാൻ അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ തന്നെ എടുത്തിട്ട് തിരിച്ചു വരും. പക്ഷേ ചില ആൾക്കാർ പറയുമോ ദിസ് ഗൈ സോ ടോക്കറ്റീവ്, ഇവൻ നിർത്തൂല, ഇവൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞു പോകും. നമ്മുടെ വീഡിയോൻ്റെ ചില കമൻസിൽ ഞാൻ അതൊക്കെ കാണുന്നുണ്ട്. പോട്ടെ, സാരില്ല. സോ സ്മോൾ ടോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ കോൺട്രവേഴ്ഷ്യൽ അല്ലാത്ത വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം സംസാരിച്ച് തുടങ്ങുന്നതിനെയാണ് സ്മോൾ ടോക്ക് എന്ന് പറയുക. ആൻഡ് കോൺവെർസേഷൻസിനാണെങ്കിലും റിലേഷൻസ് ബിൽഡ് ചെയ്യാനും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സ്മോൾ ടോക്കിൻ്റെ ഒരു ആർട്ട് അത് നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെടുത്ത് വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഇതിലൂടെ ഈസി ആയിരിക്കും. അങ്ങനത്തെ ഒരു വലിയ വലിയ സംഭവമാണ് ഈ സ്മോൾ ടോക്ക്. പറയുമ്പോൾ ചെറുതാണെങ്കിലും ഇമ്പാക്റ്റ് വലുതാണ്. പക്ഷേ പല ആൾക്കാർക്കും ഈ സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് അത് വലിയൊരു ചാലഞ്ചായി മാറാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ്.
ഞാൻ പറയുന്നത് എങ്ങാനും ഇവർ ജഡ്ജ് ചെയ്ത് കളയോ, ഞാൻ പറയുന്നത് തെറ്റിപ്പോവോ, അങ്ങനത്തെ ചില കോൺവെർസേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഓവർ തിങ്കിങ് ആണ് പലപ്പോഴും ഈ സ്മോൾ ടോക്സിന് ഒരു ചൈന വാളായി മാറുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡൂഡ്, ഇത് ബിഗ് ബോസ് ഹൗസ് ഒന്നും അല്ലല്ലോ, നമ്മളുടെ ചുറ്റും 1000 ക്യാമറയും നാട്ടുകാരും മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ, ജസ്റ്റ് ഹാവ് ഇറ്റ്. അതിന് നമ്മളിങ്ങനെ ഓക്വേർഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും സ്മോൾ ടോക്ക് ഉണ്ടല്ലോ, ഈ സൈലൻസ് ഫില്ല് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഈ പഴയ പെൻ ഉണ്ടല്ലോ, ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന പെൻ, ആ പെന്ന് പോലെയാണ് സ്മോൾ ടോക്സ്. നമ്മൾ സൈലൻസ് ഇങ്ങനെ ക്ലിക്ക് 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 ക്ലിക്ക്, അപ്പോൾ സൈലൻസ് അങ്ങ് ഫില്ലായി പോയിക്കോളും. അവസാനം ക്ലിക്ക് ചെയ്ത് സ്പ്രിങ് പൊട്ടരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതൊഴിച്ച് കഴിഞ്ഞാൽ സ്മോൾ ടോക്ക് ഈസ് വെരി ഗുഡ്. സ്മോൾ ടോക്ക് ശരിക്കും ഇറ്റ് ഫിൽസ് ദ സൈലൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത് ഒരിക്കലും ഫില്ലാവാത്തൊരു സ്ഥലം എവിടെ അറിയോ? ലിഫ്റ്റുകൾ. എൻ്റെ അമ്മേ, ഞാൻ എൻ്റെ പഠിച്ച പണി 18 അടവും ഞാൻ പയറ്റി നോക്കിയിട്ടുണ്ട്. പക്ഷേ ലിഫ്റ്റിൽ ഇത് വർക്കാവേ ഇല്ല. ഞാനിപ്പോൾ കൊച്ചിയിൽ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 22 ഫ്ലോറൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ 16ാമത്തെ ഫ്ലോറിലാണ് താമസം. അപ്പോൾ ഈ താഴത്ത് ലോവർ ഗ്രൗണ്ടും നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ UG വരണം, പിന്നെ ഫസ്റ്റ് തൊട്ടിട്ട് 16 വരെ എത്തണമല്ലോ. ഇത്തിരി പഴയ ഫ്ലാറ്റാണ്, അതുകൊണ്ട് ഈ 16 ഫ്ലോറിലെത്താൻ ബുർജ് ഖലീഫയുടെ സ്പീഡൊന്നുമില്ല. ഇതെത്താൻ കുറച്ച് സമയമെടുക്കും. അവിടെയാണ് നമ്മൾ പെട്ടുപോവുക. കാരണം ഈ താഴത്തെ ഫ്ലോർ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ 20ാമത്തെ ഫ്ലോർ വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ ലിഫ്റ്റിലൊരു സൈലൻസ് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക് എന്തോ ഒരു മ്യൂസിക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ മ്യൂസിക് ഉണ്ടെങ്കിൽ പോലും ഒരു സൈലൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ബേസിക്കലി സ്മോൾ ടോക്ക് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ എന്താ, ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ എന്ത് ചൂടല്ലേ. അതെ ഭയങ്കര ചൂടാ. കഴിഞ്ഞു. പിന്നെ ഓരോ ഫ്ലോർ നീങ്ങുന്നതും ഈ ആമയൊക്കെ മെല്ലെ തെങ്ങ് കയറാൻ പോകുന്ന പോലെ ആയിരിക്കും. ആമ തെങ്ങ് കയറാറില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ ആമ തെങ്ങ് കയറാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ചില ലിഫ്റ്റൊക്കെ പോവുക. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, സോ ലാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അവാർഡ് പടത്തിനേക്കാൾ ലാഗായിരിക്കും ആ സമയത്ത് ലിഫ്റ്റിന്. ഇത്തിരി കളേഴ്സൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആ ടൈമിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ലിഫ്റ്റിൽ ആ ഒരു ഇങ്ങനത്തെ സാക്സോഫോൺ മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മാറ്റിയിട്ട് ഒരു റോക്ക് മ്യൂസിക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് എനർജി എങ്കിൽ കയറിയേനെ. ഇതെന്താന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോയില്ലെന്നേ. നമ്മൾ ആ ക്ലൈമറ്റ് ചൂടാണെന്ന് പറയുമ്പോൾ അതെ ഭയങ്കര ചൂടാണ്, ഇന്ന് 32°C. പക്ഷേ ഈ സമയത്ത് അൾജീരിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ മഴയൊക്കെ പെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് ഓക്കെ റിയലി ഗുഡ്. പിന്നെ അവിടെ നമുക്ക് കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ സംസാരിക്കാം. പക്ഷേ ഒരു റിപ്ലൈ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര ചൂടല്ലേ, അതെ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അതേപോലെ തന്നെ സ്മോൾ ടോക്ക് വർക്ക് ആവാത്ത ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇത്തിരി സീരിയസ് ഒക്കെ തന്നെയാണ്. നമ്മളൊക്കെ മോർണിംഗ് മൂഡിലായിരിക്കും. അപ്പോൾ ആ സമയത്തും നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ബേസിക്കലി അങ്ങനെ ഒരു സ്പേസിൽ പോയി കഴിഞ്ഞാൽ 99% സംസാരിക്കാതെയും ഒരു കോൺവെർസേഷനിലും പോവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില അങ്കിൾമാരെയൊക്കെ കാണും. അവരൊക്കെ ഈ സ്മോൾ ടോക്ക്, പഴയ ആൾക്കാരൊക്കെ ഈ സ്മോൾ ടോക്കിൻ്റെ എക്സ്പേർട്സ് ആണല്ലോ. വന്നിട്ട് ഇങ്ങനെ മോൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഞാനിങ്ങനെ റേഡിയോ ജോക്കിയും കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ബാക്കി ജോലിയായിട്ട് ഇങ്ങനെ എനിക്കിഷ്ടമില്ലാത്തൊരു സ്മോൾ ടോക്കിൻ്റെ സ്റ്റാർട്ടർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് റേഡിയോ ജോക്കി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നിൻ്റെ പണി എന്താണെന്ന് ചോദിക്കുന്നത്. എടോ അത് തന്നെയാണ് എൻ്റെ പണി എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. പക്ഷെ എന്നാൽ പിന്നെ ചില ആൾക്കാർ വിടൂല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പിന്നെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കോൺവെർസേഷൻ വേണമെന്ന് ആഗ്രഹിക്കും. ആരെങ്കിലും ഒരാൾ വന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളൊരു സംസാരം ഉണ്ടായാൽ നല്ലതായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ആരും സംസാരിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു കോൺഫറൻസിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഇത്തിരി എസ്റ്റീംഡ് പൊസിഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ സ്മോൾ ടോക്ക് വർക്കാവുകയില്ല. അവിടെ നമ്മൾ എന്താ സംസാരിക്കുക? അവിടെ നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോഴാണ് മറ്റവൻ കയറി വരിക, ഓവർ തിങ്കിങ്. ഓ നോ, ഇപ്പോൾ ഇവിടെ ഞാൻ സംസാരിച്ച ഇവർ നമ്മളെ ജഡ്ജ് ചെയ്ത് കളയോ, അതുകൊണ്ട് ഇപ്പോൾ മിണ്ടാതിരിക്കാം, ഇവനെ കേൾക്കാത്ത പോലെ ഇരിക്കാം എന്ന് പറയുന്ന ഒരു പരിപാടി അതും സംഭവിക്കാറുണ്ട്. ഈ സ്മോൾ ടോക്ക് ശരിക്കും ഈ സൈലൻസ് ഫില്ല് ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മൾ നല്ല നല്ല റിലേഷൻസ് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എനിക്കങ്ങനെ ഒരുപാട് റിലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനൊക്കെ നല്ല സ്ഥലമാണ്, ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു സ്കില്ലുണ്ടെങ്കിൽ അത് കാണിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മെമു ട്രെയിനിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരേപോലത്തെ ആൾക്കാരായിരിക്കും. എല്ലാ ദിവസവും ഒരേ ആൾക്കാരെയൊക്കെ തന്നെയാവും കാണുന്നുണ്ടാവുക. ഈ ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ
ഇതുണ്ട് ഭയങ്കര ചൂടല്ലേ, ആടാ ചൂടെന്നൊന്നും പറയണ്ട, പരിചയമില്ലെങ്കിലും അവർ ആ കോൺവെർസേഷൻ അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് രസമായി, ഒരു കമ്പനി കിട്ടിയില്ലേ. എത്ര ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ. അങ്ങനത്തെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന സ്കിൽ ആക്ച്വലി ഈ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ സാധനം മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സഹിക്കാൻ പറ്റാത്ത സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ്. കഴിഞ്ഞ ദിവസം എന്നല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഈ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഈ സ്മോൾ ടോക്ക് അല്ലെങ്കിൽ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് പല ആൻറ്റിമാരായിരിക്കും. ഈ ആൻറ്റിമാർ വന്നിട്ട് കല്യാണങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവരെ ഒരു ഒരു സ്മോൾ ടോക്ക് വൺ ലൈനർ തന്നെ, അടുത്തത് നീയാണ്, എന്താ കല്യാണം നോക്കുന്നില്ലേ, എനിക്കിഷ്ടമല്ല, വരൂ സദ്യ ഉണ്ണു വീട്ടിൽ പോകൂ, എന്തിനാണ് കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ സുഖല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും മതി. എന്നെപ്പോലത്തെ ഒരുത്തരാകുമ്പോൾ അവിടുന്ന് ആ കോൺവെർസേഷൻ ബിൽഡ് ആയിക്കോളും. പക്ഷേ ഇങ്ങനത്തെ കല്യാണം കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നില്ലേ, ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും, തീർന്ന് അവിടെ നമ്മളുടെ എല്ലാ ഗ്യാസും പോവും. സ്മോൾ ടോക്ക് അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് അടിക്കും. അതേപോലെ തന്നെ ഈ സ്മോൾ ടോക്ക് എനിക്ക് ഓക്വേർഡായി ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വശം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി. കാര്യമായിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, നമുക്ക് പല്ലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ മുമ്പിലിരിക്കുന്ന വേറൊരു പേഷ്യൻ്റാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് എൻ്റെ അടുത്ത്, എന്താ പല്ലുവേദന? പിന്നെ പല്ലുവേദന അല്ലാതെ ഞാൻ എന്തിന് ഞാൻ ഇവിടേക്ക് വരണം? ഞാൻ പല്ല് ഡോക്ടറിനെ കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പല്ലുവേദന കാരണമായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കോൺവെർസേഷനിൽ ആ ആളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടും കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ നമുക്കും താല്പര്യമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അതെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യമായി, ഏത് പല്ല, എന്താ പറ്റിയേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താൻ വാ, എന്നിട്ട് എനിക്ക് റൂട്ട് കാനലും കാര്യങ്ങളൊക്കെ ചെയ്തതാ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. യുനോ അങ്ങനത്തെ സ്മോൾ ടോക്സും ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ആ സ്മോൾ ടോക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സഹിക്കാനേ പറ്റൂല. ഞാൻ കല്യാണ വീട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ സൈലൻസ് ചെയ്യാൻ പിന്നെയും എൻജോയ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ സ്മോൾ ടോക്ക്, അതേപോലെ ഒരു ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴുള്ള സ്മോൾ ടോക്സ് ഞാൻ കൂടുതലും എൻജോയ് ചെയ്യാറില്ല. അതൊന്നും സ്മോൾ ടോക്കിന് പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. യു ഡോണ്ട് ഹാവ് ടു ബിൽഡ് എ കോൺവെർസേഷൻ ഓവർ ദെയർ. ആൻഡ് ഇഫ് യു ആർ ട്രൈങ് ടു ബിൽഡ് എ കോൺവെർസേഷൻ, ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വാട്ട് ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ്. ഡിഡ് യു നോ ഒരു മനുഷ്യൻ ജീവിതത്തിൽ 2 വർഷം സ്മോൾ ടോക്ക് ചെയ്യുന്നുണ്ട് അത്രേ, ജീവിതത്തിൽ മൊത്തം. ദാറ്റ് ഈസ് അറൌണ്ട് 15,600 hours. 15,600 hours നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഉക്ലേലെ പഠിക്കാം, യൂട്യൂബ് ചാനൽ തുടങ്ങാം, കിടന്നുറങ്ങാം, ഭക്ഷണം കഴിക്കാം, കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്യാം, നമുക്ക് പുതിയ പുതിയ സ്കിൽസ് ഉണ്ടാക്കാം. പക്ഷെ നോ, വി ചോസ് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ വിച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഇടയിൽ മറ്റേ ആൾക്കാരും ഉണ്ട്, അതായത് കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പല്ലുവേദനയാണോ എന്ന് ചോദിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 15,600 times വി ആർ ട്രൈങ് ടു സ്റ്റാർട്ട് എ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് സംതിങ് റിയലി ഗ്രേറ്റ്. പക്ഷെ ഇത് ഗ്രേറ്റ് ആവാത്തത് ആർക്കറിയോ? ഇൻട്രോവേർട്സിനാണ്. അവരെ നമ്മൾ ഈ റിപ്പോർട്ടിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. എക്സ്ട്രോവേർട്സിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻട്രോവേർട്സിന് ശരിക്കും ഈ സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് ഒളിമ്പിക് ഓഫ് ഓക്വേർഡ്നെസ് തന്നെയായിരിക്കും. ബിക്കോസ് അവർക്ക് സംസാരിക്കും വേണ്ട, അവർക്ക് സംസാരിക്കുന്നത് കേൾക്കും വേണ്ട. യുനോ ഇൻട്രോവേർട്സിന് ഈ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിമ്മിങ് കോമ്പറ്റീഷൻ പോലെയാണ്. അതായത് മേലെ നോക്കുമ്പോൾ ഭയങ്കര സിങ്ക്രണൈസ്ഡ് ആയിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. പക്ഷേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അണ്ടറിൽ താഴത്തെ ഒരു ക്യാമറ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് കെയോസ്. അതായത് ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ടിൻ്റെ ക്ലൈമാക്സ് കാണുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അണ്ടറിൽ പോയി കഴിഞ്ഞാൽ. ഇൻട്രോവേർട്സിന് സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് അതുപോലെ ആയിരിക്കും. അവർ പുറമേ നിന്ന് കാണുമ്പോൾ എന്നുള്ള ഒരു ഫീലൊക്കെ ഉണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരുമോ, ഒന്നും പോയി തരുമോ മാത്ത എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ നമ്മൾ കൂടുതൽ സ്മോൾ ടോക്ക് പോയി വെറുപ്പിക്കരുത്. ബാക്കി എക്സ്ട്രോവേർട്സ് എൻ്റെ അടുത്തേക്ക് വരൂ, സ്മോൾ ടോക്കായിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ. ഐ ജസ്റ്റ് ലവ് ബിൽഡിങ് കോൺവെർസേഷൻസ്. നമുക്ക് ചൂടിനെ കുറിച്ച് സംസാരിച്ച് ക്ലൈമറ്റ് ചേഞ്ച് വരെ എത്താം. കുറച്ച് കൂടുതൽ അറിവ് ഇങ്ങോട്ടും കിട്ടും, ചില മണ്ടത്തരങ്ങൾ അങ്ങോട്ടും പറഞ്ഞു തരും. ശരിക്കും സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ലൈക്ക് എ ചൂയിങ്കം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണല്ലോ വായിക്ക്. അതേപോലൊക്കെ തന്നെയാണ് സ്മോൾ ടോക്കും. നമ്മളുടെ ജീവിതത്തിൽ ഒരു ആക്ടിവിറ്റി വരികയാണ്. വി ആർ ബിൽഡിങ് റിലേഷൻസ്, ബിൽഡിങ് കോൺവെർസേഷൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ടോക്സ് ആർ റിയലി ഗുഡ്. ഇതിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. സ്മോൾ ടോക്കിന് ഒരു അവാർഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. 3 അവാർഡേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒന്ന് ബ്രോൺസ്, പിന്നെ സിൽവർ ആൻഡ് ഗോൾഡ്. ബ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ടോക്ക് മറ്റേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവരാ, എന്താ ചൂടല്ലേ, ഇങ്ങനത്തെ ആൾക്കാർ വളരെ സ്റ്റാൻഡേർഡായിട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടറാണ്. അപ്പോൾ അവർക്ക് നമുക്ക് ബ്രോൺസ് അവാർഡ് കൊടുക്കാം. നെക്സ്റ്റ് സിൽവർ അവാർഡ് നമുക്ക് കുറച്ചുകൂടി എഫേർട്ട് ഇടുന്നവർക്ക് വേണ്ടി കൊടുക്കാം. അതായത്
എന്താ ക്ലൈമറ്റ് അല്ലേ ഭയങ്കര ചൂട്. ആൻഡ് ആ ആകാശം നോക്കി അതിൻ്റെ ഷേപ്പ് നോക്കിയോ, ആ ഷേപ്പിൽ ഏകദേശം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഡാവിൻസിയുടെ പെയിൻറ്റിങ് പോലെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ചിന്തിപ്പിക്കുന്ന രീതി ഓഫ് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കോൺവെർസേഷൻ ബിൽഡായി. കാരണം ഉത്തരം തന്നേ പറ്റൂ. ഇല്ല, ഇല്ലേ, അയ്യോ ചില സമയത്ത് ആകാശം നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. ഫാൻറ്റസികളാണല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചില സമയത്ത് കുതിരേനെയൊക്കെ കാണുന്ന പോലെ തോന്നാറുണ്ട്. എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ സിൽവർ അവാർഡിൻ്റെ ആൾക്കാരാട്ടോ. ഇങ്ങനെ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ സിൽവർ അവാർഡ് കൊടുക്കും. ഗോൾഡ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും രോമാഞ്ചത്തിൽ ശരി. പക്ഷേ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ ആൾക്കാരെ ഒഴിവാക്കുകയെന്ന്. പക്ഷേ യു നോ വാട്ട്, ഏറ്റവും ബെസ്റ്റസ്റ്റ് കോൺവെർസേഷൻ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചിരിയും ഒരു നോഡുമാണ്. ഒരാളെ നോക്കിയിട്ട് നമ്മൾ ചിരിച്ച് ഒന്ന് നോഡ് ചെയ്തു, 1, വീണ്ടും ചിരിച്ചു നോഡ് ചെയ്തു 2, ഈ രണ്ടാമത്തേൽ പോയി സംസാരിച്ചില്ല, മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ചിരിച്ച് നോഡ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തോ പ്രശ്നം ഉണ്ടെന്നേ അവർ വിചാരിക്കുള്ളൂ. പക്ഷേ രണ്ടാമത്തേൽ അവർ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയി സംസാരിക്കുക ആൻഡ് ഈസി ആയിട്ട് കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി സ്മോൾ ടോക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ് ആൻഡ് കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാൻ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ സ്മാർട്ട് ഫോണിൻ്റെ കാലത്ത് നമുക്ക് ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു മേജർ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ടോക്ക് തന്നെയാണ്. ഇതിന് നെഗറ്റീവ് വശമുണ്ട്, പോസിറ്റീവ് വശമുണ്ട്. നമുക്ക് പോസിറ്റീവ് മാത്രം എടുക്കാം. ലെറ്റ്സ് ബിൽഡ് കണക്ഷൻസ്, ലെറ്റ്സ് ബിൽഡ് റിലേഷൻസ്. സോ സ്മോൾ ടോക്ക് മുഖ്യം ബിഗിലെ മറക്കണ്ട. പറഞ്ഞ് ഇതൊരു ലോങ് ടോക്ക് ആയല്ലേ. ഞാനൊന്ന് തിരിഞ്ഞു നോക്കാം, കുറേ നേരമായല്ലോ ഇവൻ സ്മോൾ ടോക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ നിർത്താത്ത? നമ്മളുടെ ടീം എല്ലാവരും നോക്കുക. അതെ 2 മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ ആളാ. എന്തായാലും നമ്മളിവിടെ കാർത്തിക് കറക്റ്റ് വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വൈബ് വേൾഡ് നെറ്റ്വർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ RJ കാർത്തിക്, ഓർ യു ക്യാൻ ജസ്റ്റ് കോൾ മീ കാർത്തിക്. ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കിട്ടും. കാർത്തിക് കറക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മളെ എന്തായാലും അറിയിക്കണം. ഇതേപോലെ ചിലപ്പോൾ വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് കാർത്തിക് കറക്റ്റിൽ ഐ വിൽ ബി ബാക്ക്. ടിൽ ദെൻ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ വൈബ് വേൾഡ് നെറ്റ്വർക്ക്. ഞാൻ കാർത്തിക്, സൈനിങ് ഓഫ്. ബൈ. Vibe Vault Network.